എന്താണ് ടെക്കുലാരിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സീരീസ്, എജുമോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലേണിംഗ് കമ്മ്യൂണിറ്റിയിലെ കാര്യം? ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അല്ലെങ്കിൽ ഈ സീരീസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു യൂണിവേഴ്സിൻ്റെ ഒരു കഥ. അതായത് ബ്ലാക്ക് ഹോളിനെ പറ്റിയിട്ട് നമുക്കറിയാം അല്ലേ? ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സ് മൊത്തത്തിൽ കൺവേർജ് ചെയ്യുന്നത് ഈ ഒരു ബ്ലാക്ക് ഹോളിലേക്കായിരിക്കും അറ്റ് ദ എൻഡ്. അതായത് സ്റ്റാർസ് ആൻഡ് എല്ലാം നമ്മൾ ഈ ഒരു ബ്ലാക്ക് ഹോളിലേക്കായിരിക്കും കൺവേർജ് ചെയ്ത് വരിക എന്ന് പറയുന്നത്. സോ അതിന് പറയുന്ന പേരാണ് ഒരു സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ എന്ത് ഫീൽഡും നമ്മൾ ചൂസ് ചെയ്യുന്ന എല്ലാ ഫീൽഡും ഒരു ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലോകത്തേക്ക് വന്നു കഴിഞ്ഞാലോ, അതായത് നമുക്കറിയാവുന്ന ഒരുപാട് ആളുകൾ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും. അവരോടൊന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒരു കഴിഞ്ഞ ഒരു 10-15 വർഷങ്ങളായിട്ട് ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ 5 വർഷമൊക്കെയായിട്ട് ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും. അവരുടെയൊക്കെ ഒരു ജോബ് സ്കെഡ്യൂളുകളിൽ എത്രത്തോളം ടെക്കിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അവരോടൊന്ന് ചോദിച്ചോ. നമ്മളിപ്പോൾ ജോബിനെ പറ്റിയിട്ട് പറഞ്ഞു ടെക്നോളജി വന്നിട്ടുള്ള, അപ്പോൾ അതും ഈ ഒരു എജുമോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലേണിംഗ് കമ്മ്യൂണിറ്റിയും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളത് ചോദിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അതായത് ഞാൻ ഫസ്റ്റ് ഈ വീഡിയോസ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന സമയത്ത് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ഒക്കെ നന്നായിരുന്നു, ബട്ട് അവർക്ക് സംഗതി എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്നുള്ളത്. കുറെ ചാറ്റ് GPT പറയുന്നു, കുറെ AI പറയുന്നു, കുറെ ടെക്നോളജികൾ പറയുന്നു, എന്തൊക്കെയോ പറയുന്നു, ബട്ട് ഇത് എന്താണെന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. അതിനുള്ള കാരണം എന്താണെന്നറിയോ? ഞാൻ ജസ്റ്റ് ഒരു ചോദ്യം ചോദിക്കാം. അതായത് നമ്മുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ അറിയാവുന്ന ആളുകളിൽ എത്ര ആളുകൾക്ക് 10ാം ക്ലാസ്സിൽ A+ കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാം? ലൈക്ക് A+ കിട്ടാത്തവരെ കുറ്റപ്പെടുത്തുന്നതല്ല, A+ കിട്ടിയ ആളുകളെയാണ് ഞാൻ കുറ്റപ്പെടുത്താൻ പോകുന്നത്. അതായത് വേറെ ഒന്നും കൊണ്ടല്ല, 10ാം ക്ലാസ്സിൽ IT A+ കിട്ടിയിട്ടുള്ള എത്ര ആളുകൾക്ക് ചാറ്റ് GPTനെ പറ്റിയിട്ട് അറിയും? ഒരു ക്വസ്റ്റ്യൻ ആണ്. ലൈക്ക് സാം ആൾട്ട്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പൺ AI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ CEO നമ്മുടെ ഇന്ത്യനെ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് ചാറ്റ് GPT പോലത്തെ ഒരു പ്ലാറ്റ്ഫോം ഇന്ത്യക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അതായത് ഇങ്ങനെ ഒരു റൈവലറി വരെ നടക്കുന്ന ഒരു ടോപ്പിക്ക് എത്രത്തോളം ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ വളർന്നു വരുന്ന ജനറേഷൻസിന് അറിയും എന്നുള്ളതാണ്. പുസ്തകപ്പുഴുക്കളെ പോലെ പഠിച്ച് ഡിഗ്രിയും താങ്ങി റോഡിലോട്ട് ഇറങ്ങിയാൽ ആനയാവാം കുതിരയാവാം എന്നൊന്നും വിചാരിക്കണ്ട. നിങ്ങളൊന്നും ഒരു കുഞ്ഞുവാൻ പോണില്ല. നമ്മുടെ നിലവിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രകാരം നമുക്ക് പഠിച്ചിട്ടുള്ള എത്ര ആളുകൾക്ക് ജോലി നേടാനുള്ളൊരു ചാൻസ് ഉണ്ട്? അതായത് നമ്മൾ ഒരുപാട് ഡിഗ്രികൾ പഠിക്കുന്നു, അല്ലെങ്കിൽ PGകൾ പഠിക്കുന്നു, ഒരുപാട് സംഗതികൾ പഠിക്കുന്നു. ഈ പഠിച്ചത് കൊണ്ട് എത്രത്തോളം ആളുകൾക്ക് ജോലി ലഭിക്കുന്നുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മളൊന്ന് ആലോചിക്കുകയാണ്. അൾട്ടിമേറ്റ്ലി നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാം, ബട്ട് നമുക്കൊരു ജോലി വേണം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ജീവിക്കുന്നത് ഭക്ഷണം കഴിക്കണം, നമുക്ക് അതിന് പണം വേണ്ടി വരും. പണം വേണമെന്നുണ്ടെങ്കിൽ ജോലി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് എത്രത്തോളം നമ്മൾ പഠിച്ചിട്ട് നമുക്ക് ജോലി നേടാൻ പറ്റുന്നുണ്ട് എന്നുള്ള രീതിയിൽ ആലോചിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഭയങ്കര ബ്ലാങ്ക് ആയി പോകും. കാരണം സ്റ്റാറ്റിസ്റ്റിക്കലി ഒരുപാട് ആളുകൾ അൺഎംപ്ലോയിഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. നിലവിൽ ഇന്ത്യത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് ഒരുപാട് ആളുകൾക്ക് പണിയില്ലാണ്ടാകുന്നുണ്ട്. ഓരോ ദിവസം കൂടുന്തോറും പണിയില്ലായ്മ, അതായത് അൺഎംപ്ലോയ്മെന്റ് കൂടി വരുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഒരുപാട് കാരണങ്ങളുണ്ട്. ബേസിക്കലി നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ ഒരുപാട് വഴിത്തിരിവുകൾ പറയാറുണ്ട് അല്ലേ? 10ാം ക്ലാസ് ഒരു വഴിത്തിരിവ്, +2 വേറൊരു വഴിത്തിരിവ്, ഡിഗ്രി വേറൊരു വഴിത്തിരിവ്, ജോലി വേറൊരു വഴിത്തിരിവ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. ഇതിൽ എത്രത്തോളം വഴിത്തിരിവുകൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ട് കിട്ടിയെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്? ഒരു കാര്യം പറയാം. 10ാം ക്ലാസ്സിൽ ഇപ്പോൾ നമുക്ക് IT എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ IT എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റ് ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റിനും 1.5 മണിക്കൂർ, 3 മണിക്കൂർ, 2 മണിക്കൂർ ഇങ്ങനെയാണ് എക്സാം എഴുതാനുള്ള ടൈം എന്ന് പറയുന്നത്. IT എക്സാമിന് ഞാൻ സിലബസ് മറിച്ച് നോക്കിയിട്ടുണ്ടായിരുന്ന സമയത്ത് 1 മണിക്കൂറാണ്. 50 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടലുള്ളത്. അതും പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞിട്ട് പേരിനൊരു പ്രാക്ടിക്കൽസ് ഉണ്ട്. അപ്പോൾ ഞാൻ 10ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് കുട്ടികളോട്, ഇപ്രാവശ്യം 10ാം ക്ലാസ് ആയിട്ടുള്ള കുറച്ച് കുട്ടികളോട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത്, ഞാൻ ചോദിച്ചു പൈത്തൺ പഠിപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ HTML പഠിപ്പിക്കുന്നുണ്ടോ? പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ റിപ്ലൈ എന്ന് പറയുന്നത് പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ള. എന്തിനാണ് ഇതൊക്കെ പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് വലിയ ധാരണയില്ല. ജസ്റ്റ് മാർക്ക് കിട്ടാൻ അല്ലെങ്കിൽ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാൻ, തീർച്ചയായിട്ടും കിട്ടുന്ന ഒരു A+ കളയാണ്ടിരിക്കാൻ, ഇതൊക്കെയാണ് പല ആളുകളുടെയും റിപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാത്തൊരു സംഗതി, 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ഈ ഒരു പൈത്തൺ
ആക്ച്വലി പൈത്തൺ ആണ് നമ്മുടെ ChatGPT ഒക്കെ ഒരു ബേസിക് ലാംഗ്വേജുകളിൽ പെടുന്ന ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത്. എന്താണ് ലാംഗ്വേജ് എന്ന് ആലോചിക്കും. നമ്മൾ സംസാരിക്കുന്ന ലാംഗ്വേജ് മാത്രമല്ല, കമ്പ്യൂട്ടറുകൾക്ക് മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട്. ആ ലാംഗ്വേജുകളെ പറ്റിയിട്ട് പഠിക്കുന്നതാണ് IT പറയുന്ന പൈത്തൺ, അല്ലെങ്കിൽ HTML, ജാവ വളരെ സിമ്പിൾ ആണെന്നൊക്കെ നമ്മൾ സിനിമ ഡയലോഗുകൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് ഇത്രയും സിംപ്ലിസിറ്റി ഉള്ള ഈ ഒരു ജാവ? നമുക്കറിയാൻ പറ്റുമോ? നമുക്കറിയില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചില ആളുകൾ +2 കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നവരുണ്ട്. +2 കമ്പ്യൂട്ടർ സയൻസ് എടുത്ത എത്ര ആളുകൾ പിന്നെ അതിന് ശേഷം സാറ്റിസ്ഫൈഡ് ആയിട്ട് ഫർദർ ആയിട്ട് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിക്കുന്നുണ്ട്? വളരെ കുറവായിരിക്കും. അവർ പറയുന്നത് ഇതോടുകൂടി C++ #include stdio.h മടുത്തു എന്നുള്ള രീതിയിലാണ് അവർ പറയുക. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തിനു പഠിക്കുന്നു എന്നുള്ള ഒരു പ്രാക്ടിക്കൽ ലെവൽ തിങ്കിങ് ഈ ടീച്ചേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ സിലബസ് അതിൽ പറയുന്നില്ല. അപ്പോൾ ഇത്രയും പ്രോമിസിങ് അല്ലാത്ത ഒരു സിലബസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെ നമ്മുടെ വഴിത്തിരിവുകൾ കണക്കാക്കുന്നുള്ളതാണ്. ഡൈനാമിക് ആയിട്ടുള്ള ഒരു സിലബസ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മുടെ ലോകം മാറുന്നതിനനുസരിച്ച് സിലബസിൽ വരുന്ന സെമസ്റ്ററുകളിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന ഒരു പരിപാടി. ആക്ച്വലി അങ്ങനെയൊക്കെ പരിപാടികൾ നടക്കുന്നുണ്ട്. ലൈക്ക് നമുക്ക് മൈക്രോസോഫ്റ്റ് അറിയാം, ആപ്പിൾ അറിയാം, ഗൂഗിൾ അറിയാം. ഇതുപോലത്തെ ഒരു ഇന്ത്യൻ ബേസ്ഡ് കമ്പനിയുണ്ട്, അതാണ് സോഹോ. ഈ കമ്പനിയുടെ CEO ആണ് ശ്രീധർ വെമ്പു എന്ന് പറയുന്നത്. ആരാണ് ശ്രീധർ വെമ്പു എന്നുള്ളതാണ്. ലൈക്ക് അദ്ദേഹം ആദ്യം IIT ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അതിനുശേഷം പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം PhD ചെയ്യുന്നത്. ഇതിനുശേഷം ഒരു അമേരിക്കൻ ബേസ്ഡ് ഒരു കമ്പനി ജോലി ചെയ്യുകയും അപ്പോഴാണ് മൂപ്പർക്ക് ഒരു തോട്ട് വരുന്നത് മൈക്രോസോഫ്റ്റ് ഒക്കെ പോലത്തെ ഒരു കമ്പനി എന്തുകൊണ്ട് ഇന്ത്യയിൽ വെച്ചുകൂടാനുള്ളത്. അപ്പോൾ 96 അങ്ങേര് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെന്നൈ ബേസ്ഡ് കമ്പനിയാണ്. 16,000-ഓളം ആളുകൾ ജോലി ചെയ്യുന്ന ഒരു കമ്പനിയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഇൻവെസ്റ്റ്മെന്റിൽ നിന്നല്ലാതെ തന്നെ പ്രോഫിറ്റിൽ നിന്ന് തന്നെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ലേറ്റ്ലി പത്മശ്രീ അവാർഡ് വരെ ഇന്ത്യയുടെ പത്മശ്രീ അവാർഡ് വരെ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സോഹോ സ്കൂൾ എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡൈനാമിക് സിലബസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അതിലവർ മെയിൻലി പറയുന്നത് അതിലവർ ഡിസൈനേഴ്സിന് കോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ടെക്നോളജി ബേസ്ഡ് കോഴ്സ് ഉണ്ട്, ബിസിനസ്സിലുള്ള കോഴ്സ് ഉണ്ട്. പക്ഷെ ഇതിലെല്ലാം നമ്മൾ നോർമലി പഠിക്കുന്ന തിയറീസ് അല്ല അതിൽ പഠിപ്പിക്കുന്നത്. അതിൽ ബേസിക്കലി പഠിപ്പിക്കുന്നത് പ്രാക്ടിക്കൽസ് ആണ്. ഈ പ്രാക്ടിക്കൽസ് പഠിപ്പിക്കാൻ വരുന്നത് ഈ 16,000 ജോലി ചെയ്യുന്ന കമ്പനി എന്ന് പറഞ്ഞല്ലോ, ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് ഇത് പഠിപ്പിക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ് അവർക്ക് ഈ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ടീച്ചേഴ്സ് ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നോളജും അപ് ടു ഡേറ്റ് ആയിരിക്കും. നമ്മുടെ നിലവിലുള്ള സിലബസിനുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിലബസ് ഉണ്ടാവും, ഇത് ഈ ഒരു ടീച്ചർ പഠിച്ചിട്ടുണ്ടാവും. ഈ ടീച്ചർ ഇത് കാണാൻ പഠിച്ചിട്ടുള്ള ഈ ഒരു സിലബസ് വെച്ചിട്ടായിരിക്കും നമുക്ക് ഓരോ ബാച്ച് വരുമ്പോഴും ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ടാവുക. ഈ ഒരു സിലബസ് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചേഴ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഇവരെ കുറ്റം പറയല്ല, നമ്മുടെ ഒരു സിസ്റ്റം ആക്ച്വലി അങ്ങനെയാണ്. അപ്പൊ ഈ ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് ഒരു 4-5 കൊല്ലമൊക്കെ വരുമ്പോഴേക്കും സിലബസ് റിവൈസ് ചെയ്യുന്നുണ്ടാവും. എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഒരു കൊല്ലം കൊണ്ട് നമുക്ക് ChatGPT വന്നു, ഇപ്പോൾ ജെമിനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം വന്നു. നമ്മുടെയൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ജെമിനി എന്ന് പറഞ്ഞിട്ടുള്ള സാധനം വന്നു. ChatGPT എന്ന് പറയുന്ന ആ ഒരു AI എന്ന് പറയുന്നത് നമ്മൾ ഒരു ടെക്സ്റ്റുവൽ കണ്ടന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സംശയങ്ങൾ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇനി എന്താണ് ChatGPT എന്ന് ചോദിക്കരുത്. അതായത് ChatGPTയിൽ നമ്മൾ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നമ്മൾ ഗൂഗിളിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഗൂഗിളിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് റിസൾട്ടുകൾ വരും. നമ്മൾ ഓരോ ബ്രൗസറിലും കയറിയിട്ട് ഓരോ സെർച്ച് റിസൾട്ടിലും കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇത് എന്താണ് ഏതാണെന്നുള്ളത് നോക്കേണ്ടി വരും. നേരെ മറിച്ച് ChatGPT എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് അകത്ത് ഒരുപാട് ഡാറ്റാസ് ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ ഡാറ്റ വെച്ചിട്ട് നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഒരു ടഫ്നെസ് അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ അതിൻ്റെ ഒരു ആഴമൊക്കെ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിൽ ഒരു ആൻസറിങ് ചെയ്തു തരുന്ന ഒരു പരിപാടിയാണ് ChatGPT ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ അതിന് 1 വയസ്സ് കഴിഞ്ഞപ്പോഴേക്ക് ജെമിനി എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഗൂഗിൾ ഇറക്കി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടെക്സ്റ്റ് വെച്ചിട്ട് മാത്രമല്ല ചോദിക്കാൻ പറ്റുക, അതിലപ്പുറത്തേക്ക് ഈ ആളുകൾക്ക് വീഡിയോ വെച്ചിട്ട് ചോദിക്കാം, ഓഡിയോ വെച്ചിട്ട് ചോദിക്കാം, ടെക്സ്റ്റ് വെച്ചിട്ട് ചോദിക്കാം, ഫോട്ടോസ് വെച്ചിട്ട് ചോദിക്കാം. അപ്പോൾ ഇത് വളർന്നു, ഇതിന്റെ 4 മടങ്ങ് വളർന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് 1 കൊല്ലം കൊണ്ട് ഇത്രയും മാറ്റങ്ങൾ വരുന്നുണ്ട്. എത്രത്തോളം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ സിലബസുകളിൽ മാറ്റം വരുന്നുണ്ട്. അപ്പൊ ഒരു ഡൈനാമിക് സിലബസിന്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കും. നമുക്കിപ്പോ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മുടെ സിലബസുകളൊന്നും മാറ്റാൻ പറ്റില്ല. വലിയൊരു രാജ്യമാണ് അല്ലെ, ഒരുപാട് ഡൈവേഴ്സിറ്റീസ് ഉള്ള രാജ്യമാണ്.
പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇത് മാറ്റുക എന്നൊക്കെ പറയുന്നത് പോസിബിൾ അല്ല. പക്ഷേ നമുക്ക് ഏറ്റവും നന്നായിട്ട് നമ്മുടെ ഏറ്റവും നല്ല ടീച്ചർ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ സെൽഫ് ലേൺ ചെയ്യുക. നമുക്കിപ്പോൾ ഇതുപോലെ ഒരുപാട് ടീച്ചേഴ്സ് പഠിപ്പിച്ച് വരുന്നതുണ്ടാവും. ഞാൻ ഈ പറഞ്ഞതുപോലെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു സിലബസുകളിൽ നിന്ന് വരുന്ന സമയത്ത് അതിൻ്റെ നിലവിലുള്ള ഒരു യൂസ് കേസ് എന്താണെന്നുള്ളത് ഇതുപോലത്തെ പ്ലാറ്റ്ഫോമുകൾ നമുക്ക് അവൈലബിൾ ആണ്. ആക്ച്വലി ഈ ChatGPT എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ ബാർഡ്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ജെമിനി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ നമുക്ക് നമ്മുടെ ഒരു സ്റ്റഡി പാർട്ട്ണറായിട്ട് വരെ നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും. പഠിക്കുന്ന സമയത്ത് നമ്മളൊരു ടോപ്പിക്കിനെ പറ്റിയിട്ട് സ്കൂളുകളിൽ നിന്ന് പഠിക്കാൻ നോക്കാം. ആ ഒരു ടോപ്പിക്ക് ടീച്ചർ തന്നിട്ടുള്ളൊരു നോട്ട് ഉണ്ടാവും. ഈ നോട്ട് നമ്മൾ ChatGPTക്ക് കൊടുക്കാൻ നോക്കാം. എന്നിട്ടൊന്നും കൂടെ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള ആൻസേഴ്സ് ചോദിക്കാൻ നോക്കാം. നമുക്ക് വളരെ വൃത്തിക്ക് അത് പഠിപ്പിച്ചു തരും. അല്ലെങ്കിൽ അതിൻ്റെ നിലവിലുള്ളൊരു യൂസ് കേസ് എന്താണ്, അതിൽ വന്നിട്ടുള്ള അപ്ഡേഷൻസ് എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരും. ഇത് നമ്മൾ അവെയർ അല്ല. നമുക്ക് എന്താണ് ChatGPT എന്ന് പോലും അറിയില്ല. അവിടെയാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ടെക്കുലാരിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇതുപോലെ എങ്ങനെ നിങ്ങൾക്ക് ടെക്നോളജിക്കലി നിങ്ങളുടെ സ്കില്ലുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസുകളിലും നമുക്ക് ടെക് ഉപയോഗിച്ചിട്ടുകൊണ്ട് അല്ലെങ്കിൽ AI ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം നിലവിൽ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഇൻ ദ സെൻസ് നമ്മൾ പഠിക്കാൻ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ. നമ്മളിപ്പോൾ യൂട്യൂബുകളിലൊക്കെ ഇപ്പോൾ പല കോച്ചിങ് സെൻറ്റേഴ്സിൻ്റെയും ക്ലാസ്സുകൾ കേൾക്കുന്ന ആളുകളായിരിക്കും. ഈ ക്ലാസ്സുകൾ ഇപ്പോൾ സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ബാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ChatGPT പോലെ തന്നെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഈ പ്ലാറ്റ്ഫോമിൽ ഈ യൂട്യൂബിൻ്റെ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് എടുത്തിട്ട് പേസ്റ്റ് ചെയ്തിട്ട് എന്താണ് ഈ വീഡിയോയിൽ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോ കാണാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ആ വീഡിയോനെ പറ്റിയിട്ട് എന്താ പറയുന്നത് എന്നുള്ളത് പറഞ്ഞു തരും. ഇതുപോലത്തെ സൗകര്യങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ നോക്കുക, ഒരു 1 hour ഒരു ക്ലാസ് ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ ആ ഒരു ക്ലാസ് നമുക്ക് ഒരു 1 പേജിൽ ഷോർട്ട് നോട്ടീസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഷോർട്ട് നോട്ടായിട്ട് നമുക്ക് തരാമെന്ന് നോക്കുക. ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും അല്ലേ? അപ്പം ഇതുപോലത്തെ ഒരുപാട് നമുക്ക് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിപ്പോൾ പറഞ്ഞത് ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഇതുപോലെ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് പഠിക്കാം. ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് എക്സാമ്പിൾസ് വെച്ചിട്ടുള്ള ഒരുപാട് യൂസ് കേസസ് വെച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഇനിയുള്ള ഫർദർ വീഡിയോസുകളിൽ നമ്മൾ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഫീച്ചർ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതായത് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഫീച്ചർ നമുക്ക് പഠനത്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്നും അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ പറ്റുന്നതും കൂടുതൽ ആളുകൾക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക.